നമ്മളിന്ന് മരുന്നുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ നമ്മൾ പലപ്പോഴും മരുന്നുകളെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ ഈ മരുന്നുകൾ എങ്ങനെയാണ് നമ്മളുടെ അസുഖം ഭേദമാക്കുന്നത്? എന്ത് പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്? പലപ്പോഴും ഇതൊരു മാജിക് പോലെ നമ്മൾ കണ്ട് മറക്കുകയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെ ശത്രുവായിട്ട് കാണുന്ന, അതിനെ വിഷമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതിന് പകരം കൂടുതൽ നാച്ചുറലായിട്ടുള്ള മരുന്നുകളാണ് കഴിക്കേണ്ടതെന്ന് വാദിക്കുന്നവരുണ്ട്. മരുന്നുകളെ കഴിക്കേണ്ട എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകളുടെ പ്രവർത്തനം വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഈ ഹെർബൽ മെഡിസിൻസ് എന്ന് പറയുന്ന പ്രകൃതിദത്തമായിട്ടുള്ള മരുന്നുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് മരുന്നുകൾക്ക് പാർശ്വഫലം ഉണ്ടാകുന്നത്, ഇപ്പോൾ അൽഷൈമേഴ്സും ബ്രെയിൻ ട്യൂമറും പോലുള്ള പല അസുഖങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രധാന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ ഉത്തരം കണ്ടെത്തും. മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ലളിതമായിട്ടുള്ള ഉത്തരം കുറേ തന്മാത്രകളാണെന്നുള്ളതാണ്. ഒരുപക്ഷെ ഡോക്ടർമാരുടെയൊക്കെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരിൽ പലരും ഈ മോളിക്യൂൾ എന്ന് പറയുന്ന വാക്ക് വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അതായത് ചില രാസ തന്മാത്രകൾ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് മരുന്നുകളായിട്ട് പ്രവർത്തിക്കുന്നത്. അത് പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ വളരെ സൂക്ഷ്മമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി എൻജിനീയർ ചെയ്യപ്പെടുന്ന ചില രാസ തന്മാത്രകൾ, കെമിക്കൽ മോളിക്യൂൾസ് ആണ് പലപ്പോഴും ആ തന്മാത്രകളുടെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉൾപ്പെടെ അതെന്ത് ഘടനയിലാണ് അതിലെ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതുൾപ്പെടെ ആ മരുന്നിൻ്റെ പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നുണ്ട്. ഇപ്പോൾ മരുന്നുകൾ അടിസ്ഥാനപരമായിട്ട് ശരീരത്തിൽ പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല. ശരീരത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയകളിലെ താളപ്പിഴകളായിരിക്കും നമുക്ക് പലപ്പോഴും രോഗാവസ്ഥകളിലേക്കും അസുഖാവസ്ഥകളിലേക്കും നയിക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങളെ നടക്കാതെ തടയുക, ബ്ലോക്ക് ചെയ്യുക, ചിലത് നിന്നുപോയതിനെ റീസ്റ്റോർ ചെയ്യുക, ചിലതിൻ്റെ വേഗം കൂട്ടുക, ആക്സിലറേറ്റ് ചെയ്യുക, ചിലതിൻ്റെ വേഗം കുറയ്ക്കുക, അങ്ങനെ ആക്സിലറേറ്റ്, ഡീസിലറേറ്റ്, ബ്ലോക്ക്, റീസ്റ്റോർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിന് ഓൾറെഡി ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് മരുന്നുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കിനി വിശദമായിട്ട് നോക്കാം. മരുന്നുകളിൽ ഭൂരിഭാഗവും നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പൊതുവിൽ ഓറലി അഡ്മിനിസ്റ്റേർഡ് എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലോ അതിന് ശേഷമോ മുൻപോ ഒക്കെ ആയിട്ടാണ് നമ്മൾ മരുന്നും കഴിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ വഴിയിലൂടെയാണ് ശരീരത്തിനകത്തേക്ക് പോകുന്നത്. വായിലൂടെ, പിന്നെ അന്നനാളത്തിലൂടെ, പിന്നെ ആമാശയം, കുടൽ, ഇങ്ങനെ ഈ ഒരേ റൂട്ടിലാണ് ഭക്ഷണ സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന മരുന്ന് തന്മാത്രകളും സഞ്ചരിക്കുന്നത്. പക്ഷേ ശരീരം ഇതിനെ രണ്ടിനെയും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തെ നമ്മൾ ന്യൂട്രീഷൻ, പോഷകങ്ങൾക്ക് വേണ്ടിയാണ് ആശ്രയിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ശരീരം ബിൽഡ് ചെയ്യുന്നതിനും ഒക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ ഊർജ്ജം ഉണ്ടാക്കുന്നത്. നമുക്കൊരു ഫ്യുവലായിട്ടും നമ്മുടെ ശരീരം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ പോഷകങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സും അമിനോ ആസിഡുകൾ ഒക്കെ, പ്രോട്ടീനുകളും ഫാറ്റും, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പോഷകങ്ങളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ശരീരം അതിനെ വളരെ വെൽക്കമിങ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഈ മരുന്ന് തന്മാത്രകൾ, ഡ്രഗ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ഓബ്ജക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവയെ ശരീരത്തിൽ നിന്നും എത്രയും വേഗം നീക്കം ചെയ്യാനാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരം ശ്രമിക്കുന്നത്. ഇതിനെ പൊതുവിൽ സാങ്കേതികമായിട്ട് വിളിക്കുന്നത് സീനോബയോട്ടിക് ഡിഫെൻസ് എന്നാണ്. അതായത് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു അന്യവസ്തു ശരീരത്തിനകത്തേക്ക് കടന്നാൽ അതിനാണ് സീനോ, അന്യം, ഫോറിൻ എന്നർത്ഥത്തിലാണ്. അങ്ങനെ ഒരു വസ്തു അകത്തേക്ക് കടന്നാൽ അതിനെ എത്രയും വേഗം അവിടെ നിന്ന് പുറത്തേക്ക് കളയാനുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ശരിക്കും ശരീരം സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇതിന് രണ്ടിനെ തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയാണ് നമ്മുടെ ശരീരം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോറിൻ വസ്തുക്കളെ പോലെ ഡിഫെൻസീവായിട്ട് കൈകാര്യം ചെയ്യുന്ന മരുന്നുകളുടെ മുമ്പിലുള്ള ആദ്യത്തെ തടസ്സമെന്ന് പറയുന്നത് നമ്മുടെ കരൾ ഉണ്ടാക്കുന്നൊരു ടോൾ ബൂത്താണ്. അതായത് കരളിൻ്റെ ടോൾ ബൂത്ത് പാസ്സായി മാത്രമേ ഈ സാഗതിക്ക് അകത്തേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇതിനെ നമ്മൾ പൊതുവിൽ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ കൂട്ടത്തിൽ അതുപോലെ തന്നെ മരുന്നും കഴിക്കുന്നു. ഇത് ആദ്യം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ ഒരു ചെറിയ മെക്കാനിക്കൽ ഗ്രൈൻഡിങ്ങും കുറച്ച് ആസിഡൊക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രയോഗത്തിന് ശേഷം അത് നേരെ ഗ്യാസ്ട്രിക് എംറ്റിയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെറുകുടലിലേക്കാണ് പ്രവേശിക്കുന്നത്. ചെറുകുടലിൽ നിന്നാണ് ഇതെല്ലാം ആഗിരണം ചെയ്യപ്പെടുന്നത് ശരീരത്തിലേക്ക്. ചെറുകുടലിൻ്റെ ഉള്ളിലുള്ള വിരലുകൾ പോലെ ഷേപ്പുള്ള, അതായത് ചെറുകുടലിൻ്റെ ഉള്ളിലുള്ള
വിസ്തീർണം വളരെ കൂടുതലാണ്. അപ്പോൾ അതിലൂടെയാണ് പോഷകങ്ങളും ഈ മരുന്ന് തന്മാത്രകളും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ അകത്തേക്ക് എടുക്കുന്ന സംഗതിയിൽ നിന്നുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ഇങ്ങനെ അബ്സോർവ് ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്കാണെങ്കിലും ഈ രക്തം നേരെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകില്ല. നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും അബ്സോർവ് ചെയ്യപ്പെടുന്ന സംഗതികളെല്ലാം കൂടെ വഹിച്ചു കൊണ്ടുവന്ന രക്തം ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് വിളിക്കുന്ന ഒരു രക്തക്കുഴലിലൂടെ നേരെ കരളിലേക്കാണ് ആദ്യം പോകുന്നത്. കരൾ അവിടെ വെച്ച ശേഷം പോഷകങ്ങളെ വളരെ സൗഹാർദ്ദപരമായിട്ട് കൈകാര്യം ചെയ്യുകയും ഈ അന്യവസ്തുക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ സീനോബയോട്ടിക് ഡിഫൻസിൻ്റെ കാഴ്ചപ്പാടിലൂടെ അതിനെ എത്രയും വേഗം ന്യൂട്രലൈസ് ചെയ്ത്, അതായത് അതിനെ രാസപരമായിട്ട് അതിൻ്റെ സ്വഭാവം മാറ്റി ഒന്നുകിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, പിന്നെ അതിൽ ചിലതിനെ മറ്റു ചില രാസവസ്തുക്കളായിട്ട് ചേർത്ത് പുതിയൊരു തന്മാത്രയാക്കി അത് ശരീരത്തിന് കുറച്ചുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു രാസവസ്തുവാക്കി മാറ്റി അപ്പം തന്നെ അങ്ങനെ ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞ ശേഷമാണ് ബാക്കി ഭാഗങ്ങളിലേക്ക് ഈ രക്തത്തെ അയക്കുന്നത്. ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ നേരെ അത് ഹൃദയത്തിലേക്ക് പോയിട്ട് പിന്നെ ഹൃദയം പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിനെത്തിക്കും. അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടം കടന്നു കിട്ടുക എന്ന് പറയുന്നത് ഇതിനാണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് നമ്മൾ വിളിച്ചത്. അപ്പോൾ കരളിലൂടെയാണ് കടന്നു പോകേണ്ടത്. മിക്കപ്പോഴും കരൾ വളരെ ഹാർഷായിട്ടായിരിക്കും മരുന്നുകളെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ ഓരോ മരുന്നിനെയും ഓരോ രീതിയിലാണ്. ചിലത് കരളിൻ്റെ കാര്യമായിട്ടുള്ള ശല്യവും കൈകടത്തലൊന്നും ഇല്ലാതെ ശരീരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മറ്റു ചിലതിനെ കരൾ അപ്പം തന്നെ പരമാവധി വേഗത്തിൽ അതിനവിടെ നിന്നും ന്യൂട്രലൈസ് ചെയ്ത് മാറ്റാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പം മരുന്നുകൾ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മരുന്നുകളും ശരീരവും തമ്മിലുള്ള ആ പരസ്പര പ്രതിപ്രവർത്തനം, ഇൻറ്ററാക്ഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ അതിനെ ഫാർമസി എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഫാർമസി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പ്രാക്ടിക്കലി മരുന്നുകളെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്. ഫാർമക്കോളജിയിലെ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കുന്ന ഒരു അപ്ലൈഡ് സയൻസാണ് ശരിക്കും ഫാർമസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഫാർമക്കോളജിയാണ്, മരുന്നുകളും ശരീരവും തമ്മിലെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രം. ഈ ഫാർമക്കോളജിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നിന് നമ്മൾ ഫാർമക്കോ കൈനറ്റിക്സ് എന്നും മറ്റൊന്നിനെ ഫാർമക്കോ ഡൈനാമിക്സ് എന്നും പറയും. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശരീരം മരുന്നുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഫാർമക്കോ കൈനറ്റിക്സ് പറയുന്നത്. അതേസമയം മരുന്ന് ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്, എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഫാർമക്കോ ഡൈനാമിക്സ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഫാർമക്കോ കൈനറ്റിക്സ് ആണ് ആദ്യ ഘട്ടം. ഇതിൽ ഫാർമക്കോ കൈനറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ 4 ഘട്ടങ്ങളുണ്ട്. പൊതുവെ അതിനെ ADME ഫ്രെയിംവർക്ക് എന്നാണ് വിളിക്കുന്നത്. എ, അബ്സോർപ്ഷൻ, അതായത് ശരീരത്തിലേക്ക് ഈ മരുന്ന് എങ്ങനെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. 2, ഡി, ഡിസ്ട്രിബ്യൂഷൻ, അത് ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് രക്തത്തിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. 3, എം, മെറ്റബോളിസം, ശരീരം ഈ മരുന്നിനെ എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യാനോ രക്തത്തിൽ നിന്നും നീക്കം ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നത്, മെറ്റബോളിസം. അവസാനത്തേത് ഇ, എക്സ്ക്രീഷൻ, ഈ ശരീരത്തിലേക്ക് വന്ന ഈ വസ്തുവിനെ എങ്ങനെയാണ് അവിടെ നിന്നും പുറത്തേക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്, അതാണ് ADME ഫ്രെയിംവർക്ക്. ഇനി ഫാർമക്കോ ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞ മരുന്ന് തന്മാത്രകൾ എന്തൊക്കെ രീതിയിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ചില രാസവസ്തുക്കൾ തന്നെയാണ്. നമ്മുടെ ശരീരം മൊത്തത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം. എന്നാൽ ഓരോ കോശവും അതിൻ്റേതായ രീതിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനകത്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലിപ്പിഡ് മെമ്പറൈൻ നമ്മൾ തന്നെ വിളിക്കും. ഓരോ കോശവും അടിസ്ഥാനപരമായിട്ട് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റാണ്. നമ്മുടെ ശരീരം മുഴുവൻ ഈ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കോശങ്ങളുണ്ടെങ്കിലും എല്ലാ കോശങ്ങളും ഇതുപോലെ സ്വന്തം പ്രൊട്ടക്റ്റീവ് ലെയറിനകത്താണ് ഇരിക്കുന്നത്. ഈ പ്രൊട്ടക്റ്റീവ് ലെയറിലൂടെയാണ് ഓരോ കോശവും ചുറ്റുപാടുകളുമായിട്ട്, അതായത് അതിൻ്റെ ചുറ്റുമുള്ള മറ്റു കോശങ്ങളിലേക്കും രക്തവുമായിട്ടും ഒക്കെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ലെയർ കടന്നു വേണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ സെല്ലിൻ്റെ മെമ്പറൈൻ, കോശസ്തരത്തിന് മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറേ തന്മാത്രകളാണ് ഈ പറയുന്ന റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെയാണ്. അതായത് ഈ റിസപ്റ്റേഴ്സ് ഒരു ലോക്ക് പോലെയാണ്. ഇതിന് അനുയോജ്യമായിട്ടുള്ള കീ രക്തത്തിലൂടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കീ ഉപയോഗിച്ച് ഈ പ്രത്യേക റിസപ്റ്റേഴ്സിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ലോക്ക് നമുക്ക് തുറക്കാൻ പറ്റും. ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പലതരം ലോക്കുകളാണ് ഉണ്ടാകുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് എന്ന് വിളിക്കുന്ന അഡ്രിനാലിൻ വന്ന് ശരീരത്തിൻ്റെ കോശങ്ങൾക്കുള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അഡ്രിനാലിനെ മാത്രം ബൈൻഡ് ചെയ്യാൻ അനുവദിക്കുന്ന, അഡ്രിനാലിൻ എന്ന താക്കോൽ വെച്ച് മാത്രം തുറക്കാൻ കഴിയുന്ന ഒരു പൂട്ട്, ഒരു റിസപ്റ്റർ കോശത്തിലുണ്ടാവും. അപ്പോൾ ആ അഡ്രിനാലിൻ റിസപ്റ്ററിലേക്ക് അഡ്രിനാലിൻ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കോശങ്ങളിൽ നടക്കും.
ഇങ്ങനെയാണ് റിസപ്റ്റേഴ്സ് ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തെ ഉപയോഗപ്പെടുത്തിയാണ് മരുന്ന് തന്മാത്രകളും നമ്മൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ അതിലൊരു അപ്രോച്ച്, ഇപ്പോൾ അഗണിസ്റ്റ് ടൈപ്പ് തന്മാത്രകളുണ്ട്. ഈ അഗണിസ്റ്റ് തന്മാത്രകൾ എന്ന് പറയുന്നത് അതൊരു മാസ്റ്റർ കീ പോലെയാണ്. അതായത് ഒരു പ്രത്യേക രാസവസ്തു അവിടെ വന്നിട്ട് വേണമായിരിക്കും ഒരുപക്ഷെ ആ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ആ രാസവസ്തുവിനെ അനുകരിച്ചുകൊണ്ട്, മിമിക്രി കാണിച്ചുകൊണ്ട് മറ്റൊരു രാസവസ്തു വന്ന് അതിനെ തുറക്കുന്നു. അതാണ് അഗണിസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ചില മരുന്നുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മോർഫിൻ എന്ന് പറയുന്ന മരുന്ന് ശരിക്കും പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായിട്ട് ഉള്ള എൻഡോർഫിൻസ് എന്നൊക്കെ പറയുന്ന പെയിൻ കില്ലിംഗ് ഇഫക്റ്റുള്ള രാസതന്മാത്രകളുണ്ട്. പക്ഷേ അവയുടെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും. അതുപോലെയുള്ള ഒരു രാസതന്മാത്രയാണ് ഈ മോർഫിൻ എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ എൻഡോർഫിനുകൾ വന്ന് ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്ററിലേക്ക് മോർഫിൻ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ എൻഡോർഫിനുകൾ ബൈൻഡ് ചെയ്താൽ എന്ത് ഇഫക്റ്റാണോ ഉണ്ടാക്കുന്നത് അത് തന്നെ മോർഫിന് ഉണ്ടാക്കാൻ സാധിക്കും അതുവഴി. അതായത് എൻഡോർഫിൻ വെച്ച് തുറക്കേണ്ട പൂട്ടിനെ മോർഫിൻ വെച്ച് തുറക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് അഗണിസ്റ്റ് അപ്രോച്ചിൽ ഒരു മരുന്ന് ഒരു പ്രത്യേക ഫലം ഉണ്ടാക്കുന്നത്. ഇനി മറ്റൊരു അപ്രോച്ച് ഉള്ളത് ആൻറ്റഗണിസ്റ്റ് അപ്രോച്ചാണ്. അതായത് നമ്മളൊരു സാധാരണഗതിയിൽ ഒരു താക്കോൽ വെച്ച് തുറക്കേണ്ട പൂട്ടിലേക്ക് നമ്മളൊരു പേപ്പർ ചുരുട്ടി കയറ്റി വെച്ചാൽ പിന്നെ ആ താക്കോലുള്ള ആൾ വന്നാലും ആ പൂട്ട് തുറക്കാൻ പറ്റില്ലെന്നറിയാമല്ലോ. ഏതാണ്ട് അതുപോലൊരു കളിയാണ് ആൻറ്റഗോണിസ്റ്റ് തന്മാത്രകൾ ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക തന്മാത്ര വന്ന് ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്ററിലേക്ക് ഈ തന്മാത്ര കയറി ബൈൻഡ് ചെയ്തിരിക്കും. ഈ തന്മാത്ര അവിടെ ബൈൻഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ആക്ടിവേഷൻ ഒന്നും നടക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു പ്രഭാവം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അവിടെ ബൈൻഡ് ചെയ്യേണ്ട തന്മാത്ര വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ബീറ്റാ ബ്ലോക്കേഴ്സ് ഒക്കെ നമ്മൾ വിളിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തിന്, ഹൈ ബ്ലഡ് പ്രഷറിന് കൊടുക്കുന്ന ടൈപ്പ് മരുന്നുകളുണ്ട്. ഇത് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന തന്മാത്ര വന്ന് ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്റേഴ്സിൽ കയറി ബൈൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അഡ്രിനാലിൻ വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് തടയും. അഡ്രിനാലിൻ്റെ പൊതുവെയുള്ള ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്രിനാലിൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ രക്തസമ്മർദ്ദം കൂടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ശരീരത്തിൽ നടക്കുക. പക്ഷേ അഡ്രിനാലിനെ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ ബീറ്റാ ബ്ലോക്കേഴ്സ് വന്നിരിക്കുമ്പോൾ പിന്നെ ഈ രക്തസമ്മർദ്ദം കൂടുക എന്ന് പറഞ്ഞ ഇഫക്റ്റ് സംഭവിക്കാതെ വരും. അങ്ങനെയാണ് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷറിന് ബീറ്റാ ബ്ലോക്കേഴ്സിനെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഈ റിസപ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഒരു അവയവത്തിന് മരുന്നായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വരുന്ന മരുന്ന് മറ്റൊരു അവയവത്തിന് ശല്യമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, അത് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള വായുപ്രവാഹത്തെ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശ്വാസനാളത്തിൻ്റെ ഭിത്തികളെ ഒന്ന് അയച്ചു കൊടുത്ത് കുറച്ച് വലുതാക്കി കൊടുക്കുക എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഒരു മരുന്ന്, അത് ശ്വാസനാളത്തിലെ അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ഈ റിസപ്റ്റേഴ്സിൽ ചെന്ന് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പ്രഭാവം ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഇതേ രാസ സ്വഭാവമുള്ള റിസപ്റ്റേഴ്സ് ശ്വാസകോശത്തിന് വെളിയിൽ ഹൃദയത്തിലും ഉണ്ട്. അപ്പോൾ രക്തം എങ്ങോട്ടൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഈ മരുന്ന് തന്മാത്ര എത്തും. സാധാരണഗതിയിൽ അത് അതിൻ്റെ റിസപ്റ്റേഴ്സിലാണ് ചെന്ന് ബൈൻഡ് ചെയ്യുന്നത്. ശ്വാസകോശത്തിലെ റിസപ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചാണ് പോകുന്നത്. പക്ഷേ ശ്വാസകോശത്തിലുള്ള ഈ റിസപ്റ്റേഴ്സിൻ്റെ കുറച്ച് ഭാഗം ഹൃദയത്തിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ പ്രഭാവം അത് ഹൃദയത്തിലും ഉണ്ടാക്കും. അത് അവിടെ കൊണ്ടെത്തിക്കാൻ പോകുന്ന പ്രഭാവം എന്ന് പറയുന്നത് ഹൃദയമിടിപ്പ് കൂട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആസ്മയുടെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്റ്റായിട്ട് ഹൃദയമിടിപ്പ് കൂടും. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെയാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം. അപ്പോൾ ഫാർമക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്തെ ആ പ്രത്യേക റിസപ്റ്ററിലേക്ക് മാത്രം ബൈൻഡ് ചെയ്യുന്ന തന്മാത്രകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ സങ്കല്പത്തിലെ ഏറ്റവും ഐഡിയലായിട്ടുള്ള മരുന്ന് തന്മാത്ര. അതേത് അവയവത്തെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ അവയവത്തിലുള്ള റിസപ്റ്റേഴ്സിൽ മാത്രം പോയി ബൈൻഡ് ചെയ്യുന്ന തന്മാത്ര. അല്ലാതെ അത് പോകുന്ന സ്ഥലത്തെല്ലാം കാണുന്ന സിമിലർ ആയിട്ടുള്ള എല്ലാ റിസപ്റ്റേഴ്സിനും ബൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാർശ്വഫലങ്ങൾ എന്ന് പറയുന്ന സൈഡ് ഇഫക്ട്സും കൂടുതലായിരിക്കും. പിന്നെ എപ്പോഴും നമുക്കറിയാം എല്ലാ മരുന്നുകൾക്കും നേരിയ രീതിയിൽ മറ്റ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ അസുഖാവസ്ഥ, നമ്മൾ ഏത് അസുഖാവസ്ഥയാണോ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ മരുന്നുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ പലപ്പോഴും അവഗണിക്കാവുന്നത്ര നിസ്സാരമായിരിക്കും എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത്തരം മരുന്നുകളാണ് അടിസ്ഥാനപരമായിട്ട് ഫൈനൽ അപ്രൂവൽ കിട്ടി മാർക്കറ്റിലേക്ക് വരുന്നത്. ഇനി ഈ റിസപ്റ്റേഴ്സിലേക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയുന്ന തന്മാത്രകൾ നമ്മൾ കണ്ടെത്തിയാലും മറ്റു ചില ലിമിറ്റേഷൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അത് നമ്മുടെ മസ്തിഷ്കമാണ്. മസ്തിഷ്കം മറ്റ് അവയവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അഡീഷണൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഉള്ള സ്ഥലമാണ്. ഈ പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുന്ന സ്ഥലം വർക്ക് ചെയ്യുന്നത് മസ്തിഷ്കത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളാണ്.
അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ രക്തക്കുഴലുകളിൽ നിന്നും വ്യത്യസ്തമാണ്. മറ്റ് ഭാഗങ്ങളിലെ രക്തക്കുഴലുകൾക്ക് ചെറിയൊരു ലീക്കിംഗ് സ്വഭാവമുണ്ട്. അത് അവയുടെ സഹജമായ പ്രത്യേകതയാണ്. അതായത് ചില സാഹചര്യങ്ങളിൽ ഈ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്നും ദ്രാവകത്തിന് വെളിയിലേക്ക് ലീക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ, അതായത് ബ്രെയിനിലെ കാപ്പിലറീസ് എന്ന് വിളിക്കുന്ന വളരെ സൂക്ഷ്മമായ രക്തക്കുഴലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ രക്തക്കുഴലുകൾ ഒരുപാട് എണ്ണമുണ്ട്. അവയെ എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ 600 കിലോമീറ്ററിൽ പകരം നീളമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്രയും എണ്ണത്തിൽ കൂടിയ അളവിലാണ് ഈ ചെറിയ രക്തക്കുഴലുകൾ അവിടെ രക്തമെത്തിക്കുന്നത്. അപ്പോൾ ഈ കാപ്പിലറീസിൻ്റെ ഭിത്തികൾ എന്ന് പറയുന്നത് മറ്റു രക്തക്കുഴലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ടൈറ്റാണ്. അതിലൂടെ ഈ രാസതന്മാത്രകൾക്ക് ലീക്ക് ചെയ്തിറങ്ങുക സാധ്യമല്ല. അല്ലെങ്കിൽ ആ രക്തക്കുഴലുകളിലൂടെയുള്ള തന്മാത്രകളുടെ സഞ്ചാരം, കോശങ്ങളിലേക്കും തിരിച്ചും ഉള്ള സഞ്ചാരം വളരെ ടൈറ്റായിട്ട് റെഗുലേറ്റഡ് ആണ്. ഇതിനെ പൊതുവെ നമ്മൾ BBB എന്ന ഓമന പേരിട്ടാണ് വിളിക്കുന്നത്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അത് ഒറ്റ മതിലല്ല, അത് തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന ആ രക്തക്കുഴലുകളുടെ ഭിത്തിയുടെ ഈ ടൈറ്റ് സ്വഭാവമുണ്ട്. അത് അവിടുത്തെ കോശങ്ങൾ കുറച്ചുകൂടി ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലൂടെയുള്ള തന്മാത്രകളുടെ പാസേജ് വളരെ ടൈറ്റായിട്ട് റെഗുലേറ്റഡ് ആണ്. ഇത് മസ്തിഷ്കം എന്ന് പറയുന്ന അവയവം വളരെ ക്രിട്ടിക്കലായ ഒരു അവയവമായതുകൊണ്ട് അങ്ങനെ യഥേഷ്ടം എല്ലാ തന്മാത്രകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നത് തടയുന്നത് വഴിയുള്ള ഒരു സേഫ്റ്റി മെക്കാനിസം ആയിട്ടാണ് പൊതുവെ പ്രവർത്തിക്കുന്നത്. പക്ഷേ മരുന്നുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മസ്തിഷ്കത്തിലേക്ക് ഒരു മരുന്ന് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാവും. ഇപ്പോൾ അൽഷൈമേഴ്സിനുള്ളൊരു മരുന്നോ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ട്യൂമറിനുള്ളൊരു മരുന്നോ ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തിയെന്ന് വിചാരിച്ചോളൂ. ഈ മരുന്ന് നമ്മളെ രക്തത്തിലൂടെ മസ്തിഷ്കത്തിൽ ഡെലിവറി ചെയ്യണം. മസ്തിഷ്ക കോശത്തിലാണ് ഈ തന്മാത്ര ചെന്ന് പ്രവർത്തിക്കേണ്ടത്. അവിടെ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് പോകണം. അതിന് കഴിയുന്ന മരുന്ന്, ഇപ്പോൾ ഒരു പെട്രി ഡിഷിൽ ഒരു ബ്രെയിൻ ട്യൂമർ വളരുന്നു എന്ന് വെച്ചാൽ ഒരു സെല്ല് പെട്രി ഡിഷിൽ വളർത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കണ്ടെത്തിയ ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ ആ ട്യൂമറിനെ അത് നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, നശിപ്പിക്കാൻ കഴിയുന്നൊരു മരുന്നാണെന്ന് വെച്ചോളൂ. പക്ഷേ ഇത് ആ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗിയുടെ മസ്തിഷ്കത്തിൽ ഈ ആവശ്യമുള്ള സ്ഥലത്ത് ഈ മരുന്ന് ഡെലിവർ ചെയ്യപ്പെട്ടാലേ ഉള്ളൂ ആ മരുന്ന് പ്രവർത്തിക്കുന്നത്. ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ കഴിയാത്ത മരുന്നാണെന്നുണ്ടെങ്കിൽ പെട്രി ഡിഷിലിരിക്കുന്ന ബ്രെയിൻ ട്യൂമറിനെ അത് നന്നായിട്ട് നശിപ്പിക്കും. പക്ഷേ ശരിയായ ഒരു രോഗിയുടെ ശരീരത്തിലിരിക്കുന്ന ആക്ച്വൽ ട്യൂമറിലേക്ക് ഈ മരുന്നിന് എത്താൻ കഴിയാതെ പോകും. അപ്പോൾ ഫാർമക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ന് അതാണ്. പ്രത്യേകിച്ച് ന്യൂറോ ഫാർമക്കോളജി എന്ന് പറയുന്ന മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളിൽ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കുകയാണ്, ഒരു വെല്ലുവിളിയാണ്. വളരെ ചെറിയ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള, അതായത് എണ്ണയിൽ ലയിക്കുന്ന തന്മാത്രകൾക്ക് മാത്രമേ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് പോകാൻ കഴിയൂ. നമ്മുടെ പോഷകങ്ങൾ, അതുപോലെ ആൽക്കഹോൾ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള തന്മാത്രകൾക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി വലുതായിട്ടുള്ള വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ ലയിക്കാൻ കഴിയുന്ന തന്മാത്രകൾക്ക് ഈ ബാരിയർ ഒരു വലിയ ബാരിയറായിട്ട് തന്നെയായിരിക്കും പ്രവർത്തിക്കുക. ഇതാണ് മരുന്നുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് പൊതുവായിട്ട് പറയാവുന്നത്. പക്ഷേ ഇനി ഇതിന് കുറച്ചുകൂടി വ്യക്തത വരുന്നതിന് വേണ്ടി വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന 2 മരുന്നുകളെ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്ത് കുറച്ചുകൂടി വിശദമായിട്ട് അവ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. അത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് സഹായിക്കും. ആദ്യത്തെ ഉദാഹരണം പാരസെറ്റമോളാണ്. നമ്മൾ പൊതുവെ പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്ന വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് പാരസെറ്റമോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പാരസെറ്റമോളിൻ്റെ 500 മില്ലിഗ്രാം വരുന്ന ഡോസേജുള്ള ഒരു ഗുളിക കഴിക്കുന്നു എന്ന് വിചാരിക്കുക. എന്താണ് ആ മരുന്നിന് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം അത് വായിലേക്കിടുന്നു, വെള്ളമൊഴിച്ച് അതിനോടൊപ്പം അതിനെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. ആമാശയത്തിലെത്തിയാൽ അത് ആദ്യം നേരിടാൻ പോകുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വിളിക്കുന്ന വളരെ ഗാഠമായിട്ടുള്ള ആ ആസിഡിൻ്റെ ഒരു അറ്റാക്കാണ്. ആ ആസിഡിൻ്റെ പ്രവർത്തനവും ആമാശയത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ചലനവും മെക്കാനിക്കൽ മോഷനും ഒക്കെ കാരണം അവിടെ ഈ ഗുളികയെ പൗഡർ രൂപത്തിലേക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അത് പിന്നെ ഒരു ലിക്വിഡ് ഫോമിൽ ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ഈ പാരസെറ്റമോളിൻ്റെ മരുന്ന് തന്മാത്രകൾ മാറും. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ, നിങ്ങൾ ഗുളിക കഴിച്ചൊരു 10 മിനിറ്റിനുള്ളിൽ ആമാശയം ഇതിനൊരു കുഴമ്പ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഇനി അടുത്ത ഒരു 20 മിനിറ്റ് സമയം, 10 മുതൽ 30 വരെയുള്ള മിനിറ്റുകൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് സംഭവിക്കാൻ പോകുന്നത് ഗ്യാസ്ട്രിക് എംറ്റിയിങ് ആണ്. ആമാശയത്തിൽ നിന്നും ഈ രാസതന്മാത്രകൾ നേരെ ചെറുകുടലിലേക്ക് പ്രവേശിക്കുന്നു. ചെറുകുടലിലെ വില്ലസ് എന്ന് വിളിക്കുന്ന, വില്ലൈ എന്നാണ് അതിൻ്റെ ബഹുവചനം, ഉപയോഗിക്കുന്ന സ്ട്രക്ചറുകളിലൂടെ ഇത് മറ്റ് പോഷകങ്ങളോടൊപ്പം രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇത് ഒരു അരമണിക്കൂറിനുള്ളിൽ, അതായത് നിങ്ങൾ കഴിച്ച അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കുടലിലെത്തിയ ഈ മരുന്ന് തന്മാത്രകൾ, പാരസെറ്റമോൾ തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി അടുത്ത
ഒരു 15 മിനിറ്റ്, അതായത് 30 മുതൽ 45 മിനിറ്റ് വരെയുള്ള സമയം, ആ സമയം കൊണ്ടാണ് ഈ കരളിൻ്റെ ലിവറിൻ്റെ ടോൾ ബൂത്ത് മരുന്ന് പാസ് ചെയ്യേണ്ടത്. അതായത് ലിവർ ഇതിനെ കൈകാര്യം ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ കഴിച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പാരസെറ്റമോളിൻ്റെ ഏതാണ്ട് കാൽഭാഗം 10 മുതൽ 25% വരെ ലിവറിൻ്റെ അറ്റാക്കിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ലിവർ അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ആ രാസതന്മാത്രയുടെ സ്വഭാവമൊക്കെ മാറ്റി അതിൽ കാൽഭാഗമെങ്കിലും മാക്സിമം ഒരു 25% വരെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോവുകയും എന്നിട്ട് അതിനെ രക്തത്തിലേക്ക് കടത്തി അത് വൃക്കയിലൂടെ ഫിൽട്ടർ ചെയ്ത് കളയാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം കടന്നു കിട്ടുന്ന നമ്മൾ കഴിച്ച പാരസെറ്റമോളിൻ്റെ ഏതാണ്ട് 3/4 എന്ന് പറയാം, അതാണ് ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും പടരുന്ന രക്തത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മുടെ ബ്ലഡിൽ പാരസെറ്റമോളിൻ്റെ ലെവൽ മാക്സിമം പീക്ക് ലെവലിലേക്ക് എത്തുന്നത്. അതായത് പാരസെറ്റമോളിന് പ്രവർത്തിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണ്, ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് 45 മിനിറ്റ് കഴിയുമ്പോൾ. ഇനി ഇതിന് 2 പ്രഭാവങ്ങളാണുള്ളത്. പാരസെറ്റമോൾ ഒരു ചെറിയ തന്മാത്രയാണ്. അതിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ കഴിയും, വളരെ എളുപ്പം ക്രോസ് ചെയ്യാൻ കഴിയും. അതിന് നേരിട്ട് മസ്തിഷ്കത്തിലെത്തി മസ്തിഷ്ക കോശങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ 2 പ്രഭാവങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന്, അവിടുത്തെ ചില എൻസൈമുകളെ സ്വാധീനിച്ചുകൊണ്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ പ്രൊഡക്ഷനെ തടയും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് നമ്മുടെ നാഡീകോശങ്ങളുടെ എൻഡുകളെ, നെർവ് എൻഡിങ്സിനെ ഉദ്ദീപിപ്പിച്ച് പെയിൻ എന്ന് പറയുന്ന സെൻസേഷൻ ഉണ്ടാക്കുന്നതിന് ഉത്തരവാദിയായിരിക്കുന്നത്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഉൽപ്പാദനം തടയുന്നത് വഴി പെയിൻ റിലീഫ്, അനാൽജസിക് എന്ന് പറയുന്ന ഇഫക്റ്റ് പാരസെറ്റമോളിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് അതിനൊരു പെയിൻ കില്ലറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇഫക്റ്റ്, അവിടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന മസ്തിഷ്ക ഭാഗമാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്നത്. തെർമോസ്റ്റാറ്റ് എന്ന് വിളിക്കാം. ശരീരത്തിൻ്റെ താപനില 37 ഡിഗ്രി എന്ന് പറയുന്ന ഒരു പ്രത്യേക താപനിലയിൽ എപ്പോഴും നിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. മനുഷ്യനെ പോലുള്ള ഉഷ്ണരക്തജീവികൾ, വാം ബ്ലഡഡ് ആനിമൽസിന് ഇതൊരു അത്യാവശ്യമാണ്. ശരീര പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രത്യേക താപനിലയിലാണ്. പൊതുവിൽ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ശരീര താപനില കൂട്ടിയിട്ട് ഈ ഇൻഫെക്ഷനെ തുരത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനെയാണ് നമ്മൾ പനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസിലേക്ക് ചെല്ലുന്ന നമ്മുടെ പാരസെറ്റമോൾ ചെയ്യുന്നത് ഈ തെർമോസ്റ്റാറ്റിനെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പനി ഉള്ള സമയത്ത് തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ്, അതായത് 37 നിൽക്കുന്ന ടെമ്പറേച്ചർ ചിലപ്പോൾ 38 ഉയർന്നിട്ടുണ്ടാവും ഹൈപ്പോതലാമസിൽ. അവിടെ ചെല്ലുന്ന പാരസെറ്റമോൾ ഇതിനെ തിരിച്ച് 37 കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ആ തെർമോസ്റ്റാറ്റ് റീസെറ്റ് ചെയ്യപ്പെടും. താപനില താഴേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി രക്തത്തിൻ്റെ നിരക്കിൽ വ്യത്യാസം വരികയും കൂടുതൽ വിയർപ്പുണ്ടാക്കുകയും അങ്ങനെ ശരീര താപനില തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 പ്രഭാവങ്ങളാണ് പ്രധാനമായിട്ടും പാരസെറ്റമോൾ ചെയ്യുന്നത്. ഇത് 45 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെയുള്ള ഒരു സമയത്തിലായിരിക്കും ഏറ്റവും നന്നായിട്ട് നടക്കുന്നത്. അതിനുശേഷം നമ്മൾ മരുന്ന് കഴിച്ചൊരു 2-4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും മരുന്നിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇത് രക്തത്തിൽ കലർന്നു കഴിഞ്ഞു, അത് പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. മസ്തിഷ്കത്തിലേക്ക് പോകുന്ന രക്തത്തിൽ നിന്നുള്ള പാരസെറ്റമോളാണ് ഈ പറയുന്ന പ്രഭാവങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ശരീരത്തിൽ നിരന്തരം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്തം പല തവണ ഈ സമയം കൊണ്ട് കരളിലൂടെ കയറി ഇറങ്ങുന്നുണ്ടാവും. ആദ്യത്തെ ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിൽ തന്നെ കരൾ ഇതിൻ്റെ കുറേ ഭാഗം നിർവീര്യമാക്കി കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഓരോ തവണ കരളിലൂടെ രക്തം കടന്നു പോകുമ്പോഴും രക്തത്തിലെ ഈ പാരസെറ്റമോൾ കൂടുതൽ നിർവീര്യമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കഴിച്ച പാരസെറ്റമോളിൻ്റെ 90% കരൾ നിർവീര്യമാക്കിയിട്ടുണ്ടാവും. അത് അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മറ്റ് തന്മാത്രകളാക്കി മാറ്റി അത് വൃക്കയിലൂടെ ഫിൽട്ടർ ചെയ്ത് വെളിയിലേക്ക് കളയാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും അപ്പോൾ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു മരുന്ന് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ട സമയത്തെയാണ് നമ്മൾ അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. പാരസെറ്റമോൾ പൊതുവിൽ ഹാഫ് ലൈഫ് കുറഞ്ഞ ഒരു തന്മാത്രയാണ്. ഈ പറയുന്ന പോലെ 2-4 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ 90% ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടും. ഇനി ഇതിൽ ഈ പാരസെറ്റമോളിൻ്റെ വളരെ ചെറിയൊരു ഭാഗത്തെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനകത്ത് കരളിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് NAPQI എന്ന് വിളിക്കപ്പെടുന്ന ഒരു തന്മാത്രയായിട്ടാണ് മാറുന്നത്. സാധാരണഗതിയിൽ അത് വളരെ ചെറിയ അളവിലേ ഉണ്ടാകാറുള്ളൂ. ഈ NAPQI നമുക്ക് കരളിൻ്റെ ആരോഗ്യത്തിന് അത്ര നല്ല ഒരു രാസവസ്തുവല്ല. അപ്പോൾ അത് ചെറിയ ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ ചെറിയ അളവിലാണ്. സേഫ് ലിമിറ്റിന് മുകളിലേക്ക് പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കാരണം
കരളിലെ കോശങ്ങൾക്ക് ചെറിയ ഡാമേജസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാരസെറ്റമോളിന് ഒരു ഹെപ്പറ്റോടോക്സിക് ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കുക, അതിന് ഒരു ഡോസേജ് ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുന്ന പാരസെറ്റമോളിൻ്റെ ഡോസേജിന് ഈ പറയുന്ന പ്രഭാവമൊന്നും ഉണ്ടാക്കാനുള്ള കഴിവില്ല. അത് ചെറിയ അളവിലാണ്. നമ്മളാരും പാരസെറ്റമോൾ അങ്ങനെ യഥേഷ്ടം കഴിക്കുന്നുമില്ല. ഒരു ദിവസം 2-3 ടാബ്ലറ്റൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ കഴിക്കാൻ സാധ്യതയുള്ളത്. ആ അളവിൽ ഈ പറയുന്ന ഇഫക്റ്റ് വളരെ വളരെ അവഗണിക്കാവുന്നത്ര ചെറുതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസത്തെ സമയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ കിഡ്നിയിലൂടെ ഈ ലിവർ ഇതിനെ നിർവീര്യമാക്കി മറ്റ് രാസതന്മാത്രകളാക്കി മാറ്റിയിട്ടുണ്ടാവും. നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രാസതന്മാത്രകളാക്കി മാറ്റിയിട്ടുണ്ടാവും. അതിനെ ഒരു 24 മണിക്കൂർ സമയം കൊണ്ട് കിഡ്നി പൂർണ്ണമായിട്ടും ഫിൽട്ടർ ചെയ്ത് മൂത്രത്തിലൂടെ വെളിയിലേക്ക് ഒഴുക്കിക്കളയും. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ പാരസെറ്റമോൾ കയറി ഇറങ്ങിപ്പോകും. അതിനിടയിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ പനി കുറയ്ക്കുക, വേദന കുറയ്ക്കുക എന്നീ 2 ഫലങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് മറ്റൊരു മരുന്നിന് ഉദാഹരണം എടുക്കാം. സിട്രിസൈൻ എന്നാണ് അതിൻ്റെ പേര്. അതിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണുള്ളത്. അതൊരു 2nd ജനറേഷൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണെന്ന് പറയാം. ഇത് പാരസെറ്റമോളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. പാരസെറ്റമോൾ ആയാലും സിട്രിസൈൻ ആയാലും പൊതുവിൽ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്നറിയപ്പെടുന്ന മരുന്നുകളാണ്. അതായത് നിങ്ങൾക്കൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങാൻ കഴിയും. ചില മരുന്നുകൾ അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആണെന്ന് നമുക്കറിയാം. അത് സാധാരണഗതിയിൽ നമുക്ക് നേരിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. പക്ഷേ പാരസെറ്റമോളും സിട്രിസൈനും അങ്ങനെ നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഗണത്തിൽപ്പെട്ട മരുന്നുകളാണ്. അവയെ പൊതുവെ OTC ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു സിട്രിസൈൻ മരുന്ന് കഴിക്കുന്നു, നമുക്ക് മൂക്കൊലിപ്പ്, തുമ്മൽ ഇങ്ങനെയൊക്കെയുള്ള പൊതുവിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, നമ്മൾ ഇതേ ചാനലിൽ മുമ്പ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസും അലർജിയും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ ആ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ സിട്രിസൈൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ആമാശയത്തിലൂടെ ചെറുകുടലിലെത്തി അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കും. പാരസെറ്റമോളിനേക്കാൾ വളരെ ഫാസ്റ്റാണ് എന്ന് ശ്രദ്ധിക്കണം. 20 മിനിറ്റിനുള്ളിൽ അത് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഇനി പാരസെറ്റമോളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളുടെ ലിവറിലെ കരളിലെ മരുന്നുകളെ നിർവീര്യമാക്കുന്നതിന് പ്രവർത്തിക്കുന്ന കുറേ എൻസൈമുകളുണ്ട്. അവയ്ക്ക് ഈ സിട്രിസൈനെ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഫസ്റ്റ് പാസ് മെറ്റബോളിസം സിട്രിസൈനെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാവുന്നത്ര ചെറുതാണ്. നമ്മൾ കഴിച്ച സിട്രിസൈൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും 1 മണിക്കൂർ സമയം കൊണ്ട് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതായത് ഫാസ്റ്റാഗ് ഉപയോഗിച്ചിട്ട് ലിവറിൻ്റെ ടോൾ ബൂത്തിനെ സിട്രിസൈൻ വളരെ പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യും. പക്ഷേ പാരസെറ്റമോളിന് അങ്ങനെ എളുപ്പമല്ലായിരുന്നു. പാരസെറ്റമോളിൻ്റെ കുറേ ഭാഗം ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിൽ തന്നെ നിർവീര്യമാക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇവിടെ 1 മണിക്കൂർ കൊണ്ട് സിട്രിസൈൻ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നു. അപ്പോൾ ആ 1 മണിക്കൂർ 60 മിനിറ്റിലാണ് പീക്ക് ലെവൽ, രക്തത്തിലെ സിട്രിസൈൻ്റെ പീക്ക് ലെവൽ സംഭവിക്കുന്നത്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ സിട്രിസൈൻ അതിൻ്റെ പണി ചെയ്യും. അത് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഹിസ്റ്റമൈൻ എന്ന് പറയുന്ന തന്മാത്രകൾ വന്ന് ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്ററിലേക്ക് സിട്രിസൈൻ കയറി ബൈൻഡ് ചെയ്യും. ഹിസ്റ്റമൈൻസ് ആണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്ന തുമ്മൽ, മൂക്കുചീറ്റൽ തുടങ്ങിയ ശരീരത്തിൽ ചൂട് ഫീൽ ചെയ്യുക, റെഡ്നെസ് ഫീൽ ചെയ്യുക, ഇങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെല്ലാം മീഡിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട തന്മാത്രയാണ് ഹിസ്റ്റമൈൻ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റമൈൻ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ ഹിസ്റ്റമൈൻ്റെ ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ ഹിസ്റ്റമൈൻ വന്ന് കയറേണ്ട സ്ഥലത്ത് സിട്രിസൈൻ കയറി ബൈൻഡ് ചെയ്യുമ്പോൾ ഹിസ്റ്റമൈൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ചൊറിച്ചിൽ, മൂക്കുചീറ്റൽ, മൂക്കൊലിപ്പ് തുടങ്ങിയ പ്രഭാവങ്ങൾ ഉണ്ടാക്കാൻ ആ ഭാഗത്തിന് കഴിയാതെ വരുന്നു. അപ്പോൾ എവിടേക്കാണോ ഈ ഹിസ്റ്റമൈൻ റിസപ്റ്റേഴ്സ് ഉള്ളത് അവിടെ ഈ സിട്രിസൈൻ ചെന്ന് ബൈൻഡ് ചെയ്യും. ഹിസ്റ്റമൈൻ്റെ ഇഫക്റ്റിനെ അത് ഉണ്ടാകാതെ തടയും. ഇങ്ങനെയാണ് സിട്രിസൈൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഹിസ്റ്റമൈൻ ഡ്രഗ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ഈ സിട്രിസൈൻ തന്മാത്രകൾ പൊതുവിൽ ഹൈഡ്രോഫിലിക് സ്വഭാവമുള്ള തന്മാത്രകളാണ്. അവയ്ക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിലേക്ക് സിട്രിസൈൻ്റെ വളരെ വളരെ കുറച്ച് ഭാഗം മാത്രമേ എത്താൻ സാധ്യതയുള്ളൂ. പൊതുവിൽ സിട്രിസൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ അവിൽ ഒക്കെ പോലുള്ള ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളെ അപേക്ഷിച്ച് അവയ്ക്കുള്ള മേൽക്കൈ 2nd ജനറേഷൻ തന്മാത്രകൾക്കുള്ളത് ഇതാണ്. അവ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിൽ അവ ഉണ്ടാക്കാൻ പോകുന്ന പ്രഭാവം വളരെ ചെറുതായിരിക്കും. ഇനി ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ചില ജനറ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം ചില ആളുകളിൽ ഒരു 10% താഴെ വരുന്ന ഒരു ചെറിയ അളവ് സിട്രിസൈൻ മസ്തിഷ്കത്തിലെ കോശങ്ങളിലേക്ക് എത്തിയെന്ന് വരാം. അതാണ് പലപ്പോഴും ചെറിയൊരു ഡ്രൗസിനെസ്, ഉറക്കം
ത്തിൻ്റെ ഒരു ഇഫക്റ്റ് സിട്രസൈൻ ഉണ്ടാക്കുന്നതിന് കാരണം. അതിനുശേഷം മറ്റ് സിട്രസൈൻ അല്ലാത്ത മറ്റ് പല മരുന്നുകളും ഈ രംഗത്ത് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പലതിനും ഇങ്ങനെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ തീരെ ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അവയ്ക്ക് ഈ ഡ്രൗസിനെസ് എന്ന് പറയുന്ന ഉറക്കക്ഷീണം അല്ലെങ്കിൽ ഉറക്കച്ചടവ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത കുറഞ്ഞിരിക്കും. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ശേഷം ഡോക്ടർമാർ ഇത് കഴിച്ചിട്ട് വണ്ടി ഓടിക്കുക പോലുള്ള സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അത് ഒരുപക്ഷെ ഇത്തരം മരുന്നുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ഡ്രൗസിനെസ് കാരണമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡ്രൗസിനെസ്സിന് സാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സിട്രസിൻ കഴിച്ച് 2 മുതൽ ഒരു 8 മണിക്കൂർ വരെയുള്ള സമയം ഈ ഒരു ഡ്രൗസിനെസ് പ്രതീക്ഷിക്കാം. അതും എല്ലാവർക്കും ഒരേ അളവിൽ ഉണ്ടാകണമെന്നില്ല, ചിലർക്ക് അത് തീരെ അനുഭവപ്പെട്ടില്ല എന്ന് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞ പാരസെറ്റമോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 24 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും പാരസെറ്റമോൾ പലതവണ കരളിലൂടെ കയറി ഇറങ്ങി നിർവീര്യമാക്കപ്പെട്ട് പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ സിട്രസൈനെ നിർവീര്യമാക്കാൻ നമ്മുടെ കരളിന് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സിട്രസിൻ കുറച്ചുകൂടി നേരം രക്തത്തിൽ തന്നെ അതേപടി തുടരും. പക്ഷേ അപ്പോഴും അത് കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്യപ്പെട്ട് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഒരു 24 മണിക്കൂർ സമയമാകുമ്പോഴേക്കും നമ്മൾ കഴിച്ച സിട്രസൈൻ്റെ 3/4 ഭാഗത്തിലധികം 75 മുതൽ 85% വരെയുള്ള ഭാഗം കിഡ്നിയിലൂടെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യപ്പെട്ട് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പാരസെറ്റമോളിനെ പോലെ അതിനെ നിർവീര്യമാക്കി മറ്റ് രാസവസ്തുക്കളാക്കി മാറ്റിയിട്ടുണ്ടാവില്ല. കരൾ അതിനെ ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ സിട്രസൈൻ അതേ ഫോമിലായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു താരതമ്യം കൂടി നടത്തേണ്ടത്. പാരസെറ്റമോളും സിട്രസൈനും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ പാരസെറ്റമോളിന് കരൾ കാര്യമായിട്ട് മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരസെറ്റമോൾ പൊതുവിൽ നമ്മൾ കഴിക്കുന്നത് കുറച്ച് കൂടിയ അളവിലാണ്. അതിന് ഹാഫ് ലൈഫ് കുറവാണ്, അത് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെ പാരസെറ്റമോൾ പൊതുവെ അതിൻ്റെ ഫലം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം കൂടുതൽ തവണ കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ദിവസം 3 നേരമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പനിയുള്ളപ്പോൾ നമ്മൾ പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്നത്. അതും അതിൻ്റെ ഡോസേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 500 മില്ലിഗ്രാമോ 600 മില്ലിഗ്രാമോ ഒക്കെ ആയിരിക്കും. പക്ഷേ സിട്രസൈൻ എന്ന് പറയുന്ന മരുന്ന് അങ്ങനെയല്ല, അതിന് ഹാഫ് ലൈഫ് കൂടുതലാണ്. അത് ശരീരത്തിൽ കൂടുതൽ നേരം അതേ ഫോമിൽ നിൽക്കും, കരൾ അതിനെ നിർവീര്യമാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം കുറച്ചുകൂടി നേരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു ദിവസം ഒരു ഗുളികയൊക്കെ സിട്രസിൻ കഴിക്കേണ്ടി വരാറുള്ളൂ. അത് തന്നെ ചിലപ്പോൾ 10 mg എന്നൊക്കെ പറയുന്ന 10 മൈക്രോ മില്ലിഗ്രാം എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ അളവിലായിരിക്കും. പാരസെറ്റമോൾ 500 മില്ലിഗ്രാമോ 600 മില്ലിഗ്രാമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിട്രസിൻ്റെ ഡോസേജ് 10 മില്ലിഗ്രാം ഒക്കെ വരൂ എന്ന് ശ്രദ്ധിക്കണം. അതായത് അതിനെ കരൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത്രയും ചെറിയ അളവിൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇവിടെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ 10 മില്ലിഗ്രാം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറിയ ഒരളവാണ്. അതായത് ഒരു മണൽത്തരിക്കൊക്കെ 10 മില്ലിഗ്രാമിൽ കൂടുതൽ ഭാരം ഉണ്ടാകും. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു സിട്രസിൻ ഗുളികയ്ക്ക് മണൽത്തരിയുടെ വലിപ്പമല്ല എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ നമ്മൾ സിട്രസിൻ എന്ന് പറയുന്ന രാസവസ്തു മാത്രമല്ല ഗുളികയായിട്ട് കഴിക്കുന്നത്, അതിനോടൊപ്പം മറ്റു ചില വസ്തുക്കൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഗുളിക ഉണ്ടാകുന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും ചെറുതായിട്ട് ഗുളിക ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഒരു കാരണം. അതേസമയം അതുപോലെ തന്നെ ഈ മരുന്നിനെ ചിലപ്പോൾ നമുക്കിത് രക്തത്തിൽ അബ്സോർബ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെറുകുടലിൽ എത്തേണ്ടതുണ്ട്. ചെറുകുടലിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ആമാശയത്തിനുള്ളിലെ ആസിഡിൻ്റെ അറ്റാക്ക് ഈ മരുന്ന് സർവൈവ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിനൊരു ക്യാപ്സ്യൂളാക്കി മാറ്റേണ്ടി വരും. അതിനകത്ത് മറ്റു ചില ബൈൻഡേഴ്സ്, അതായത് ആ തന്മാത്രയെ പിടിച്ചു നിർത്തുന്നതിനുള്ള മറ്റു ചില തന്മാത്രയോട് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും വലിയ ഗുളികകളാക്കി അത് മാറ്റുന്നത്. അപ്പോൾ പാരസെറ്റമോളിൻ്റെ ഒരു 500 മില്ലിഗ്രാം ടാബ്ലറ്റ് എന്ന് പറയുന്നത് അതിൽ പാരസെറ്റമോൾ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ മാത്രം അളവാണ് 500 മില്ലിഗ്രാം, ഗുളികയുടെ ഭാരമല്ല. അതൊരു കൗതുകം എന്ന രീതിയിൽ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇവിടെയാണ് നമ്മൾ ഈ ഹെർബൽ മെഡിസിൻ അല്ലെങ്കിൽ പച്ചമരുന്നുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതികളുടെ താരതമ്യം വരുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കും ഇവിടെ കുറേ രാസവസ്തുക്കളുടെ പേര്, കുറേ രാസപ്രവർത്തനങ്ങൾ, കുറച്ചുകൂടി സങ്കീർണമായ എന്തോ സംഗതി നടക്കുന്നുണ്ടെന്ന് തോന്നും. എന്നാൽ അതേസമയം പച്ചമരുന്നുകൾ, നമ്മൾ എന്തെങ്കിലും ദഹന പ്രശ്നം വരുമ്പോൾ ജിഞ്ചർ ടീ കുടിക്കുന്നു, അത് പക്ഷേ കുറച്ചുകൂടി മാജിക്കലായിട്ടുള്ള, കുറച്ചുകൂടി സ്പിരിച്വലായിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് പേര് പറയാറുണ്ട് പച്ചമരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനങ്ങനെ പാർശ്വഫലമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയല്ല, കാരണം അത് വേറൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അല്ല, ശരീരം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ശരീരത്തിനകത്തേക്ക് എന്തെത്തിച്ചാലും, നിങ്ങൾ ഭക്ഷണം എന്ന രൂപത്തിലോ വായിലേക്ക് നിങ്ങൾ എന്ത് കഴിച്ചാലും ഒരേ മെക്കാനിസത്തിലൂടെയാണ് അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പാരസെറ്റമോൾ അബ്സോർബ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെയാണ് എന്തും അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പാരസെറ്റമോൾ ഗുളികയെ സീനോബയോട്ടിക് ഡിഫൻസ് വെച്ച് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഏതൊരു അന്യ തന്മാത്രയെയും ശരീരം സീനോബയോട്ടിക് ഡിഫൻസ് വെച്ച് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പല രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അതിൽ ചില രാസവസ്തുക്കൾക്ക് മരുന്ന് തന്മാത്രകൾ ഉണ്ടാക്കുന്ന ഫലം
ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നതുമാണ് പലപ്പോഴും പല പച്ചമരുന്നുകളെയും പ്രവർത്തനക്ഷമമാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ജിഞ്ചർ ടീയിൽ ജിഞ്ചറോൾസ് എന്നും ഷഗോൾസ് എന്നൊക്കെ പറയുന്ന ചില രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഈ രാസവസ്തുക്കൾ ചെയ്യുന്നത് നമ്മുടെ അന്നനാളത്തിലെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെയും ബ്രെയിൻ സ്റ്റെമ്മിലെയും ഒക്കെ സെറോട്ടോണിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ നോസിയ റിഫ്ലക്സ്, നമുക്ക് ഛർദ്ദിക്കാനുള്ള ആ റിഫ്ലക്സിന് എതിരെയാണ് അത് പ്രവർത്തിക്കുക. അങ്ങനെയാണ് ജിഞ്ചർ ടീക്ക് ഈ പറയുന്ന ദഹന പ്രശ്നങ്ങൾക്കുള്ള ഒരു ഫലപ്രാപ്തി നൽകാൻ സാധിക്കുന്നത്. അല്ലാതെ ജിഞ്ചർ ടീ അവിടെ ചെന്ന് ആ ശരീരത്തെ തലോടി ഉപദേശിച്ച് ഇങ്ങനെ അസുഖാവസ്ഥകളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ എന്ത് സംഗതി കഴിച്ചാലും അതിനെന്തെങ്കിലും ഫലം ശരീരത്തിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എക്സ്ക്രീഷൻ സ്റ്റെപ്പിലൂടെ തന്നെ കടന്നു പോയേ പറ്റും. പക്ഷേ ഇവിടെ ഒരു താരതമ്യം കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട താരതമ്യമാണ്. പാരസെറ്റമോൾ പോലുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ കെയർഫുള്ളായിട്ട് ആ ഏത് തന്മാത്ര എവിടെ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഫാർമക്കോളജി കൃത്യമായി പഠിച്ച് ആ തന്മാത്രയെ ഏതളവിൽ കഴിക്കണം, അത് കഴിച്ചാൽ ശരീരത്തിൽ അത് ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോകും, ഫാർമക്കോ കൈനറ്റിക്സ് എന്താണ്, അത് ശരീരത്തിൽ എന്തൊക്കെ പ്രഭാവം ഉണ്ടാക്കും, ഫാർമക്കോ ഡൈനാമിക്സ് എന്താണ്, അത് എത്ര നേരം ശരീരത്തിലുണ്ടാകും, അത് എത്ര സമയം കൊണ്ടാണ് പൂർണ്ണമായും ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്, ഇങ്ങനെ വളരെ സൂക്ഷ്മമായ പരിശോധനകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഡിസൈൻ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഹെർബൽ മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞ് സേഫാണെന്ന് കരുതി കഴിക്കുമ്പോൾ ഇത്തരം പരിഗണനകൾ അവിടെ ഇല്ല. നിങ്ങൾ ജിഞ്ചർ ടീ കഴിക്കുമ്പോൾ ജിഞ്ചറോൾസും ഷാഗോൾസും മാത്രമല്ല, ജിഞ്ചറിൽ വേറെ ഒരുപാട് രാസവസ്തുക്കളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്താണ് അകത്തേക്ക് എടുക്കുന്നത്. ഏത് ഹെർബൽ മെഡിസിൻ എടുത്താലും അത് എല്ലാ ചെടികളും അവർക്കുള്ളിൽ ഒരുപാട് രാസവസ്തുക്കളെ ഉണ്ടാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാനല്ല, മറിച്ച് ആ ചെടിയുടെ പർപ്പസിനാണ്. അതിൽ ചില രാസവസ്തുക്കൾ മരുന്നിൻ്റെ പ്രഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയേക്കാം. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരുപാട് മരുന്നുകൾ ഇതുപോലെ ചെടികളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഏത് രാസവസ്തുവാണ് ഈ ഫലം ഉണ്ടാക്കുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് തിരിച്ചറിഞ്ഞ ശേഷം ആ തന്മാത്രയെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ തന്മാത്രയെ സ്വന്തമായിട്ട് സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. അപ്പം നമുക്ക് മാവിൽ നിന്നൊരു മാങ്ങ വീഴ്ത്തണം. നല്ല കൃത്യമായി ഉന്നമുള്ള ഒരാൾക്ക് ഒരു കല്ലെടുത്ത് കൃത്യമായി ആ മാങ്ങ എറിഞ്ഞു കൊള്ളിച്ച് അതിനെ താഴെ വീഴ്ത്താൻ പറ്റും. ഉന്നം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കമ്പെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കാര്യം ചിലപ്പോൾ സാധിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ മാങ്ങ മാത്രമായിരിക്കില്ല താഴേക്ക് വീഴുന്നത്, ചിലപ്പോൾ അതിൻ്റെ ചില്ലയും അതിൻ്റെ കുറച്ച് ഇലകളും കൂടെ ചേർത്ത് താഴേക്ക് വീഴുന്നുണ്ടാവും. അപ്പോൾ ഹെർബൽ മെഡിസിൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന പല സംഗതികളും ഇതുപോലെ വലിയൊരു കമ്പെടുത്ത് മുകളിലേക്ക് എറിയുന്നത് പോലെയാണ്. അത് പല സ്ഥലത്തും ചെന്ന് കൊള്ളും, പല ഭാഗങ്ങളെയും ഇളക്കി താഴേക്കിട്ട് എന്ന് വരും. എന്നാൽ കൃത്യമായ പഠനങ്ങളൊന്നുമില്ലാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്നത് പോലെ പല ചെടികളും അരച്ച് ജ്യൂസൊക്കെ ആക്കി അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കിഡ്നിക്കും കരളിനും പണി കൊടുത്ത് ചിലപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കുകയും ചെയ്യാം. മരുന്നുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് മാജിക് അല്ല, അത് കൃത്യമായി രാസപ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനെതിരെ അറിഞ്ഞിരിക്കാനും സേഫ് ആയിരിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മരുന്നുകൾ എപ്പോഴും നമ്മൾ കഴിക്കുകയല്ല ചെയ്യുന്നത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ശരീരത്തിലേക്ക് മരുന്ന് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് പല മാർഗങ്ങൾ ശാസ്ത്രത്തിൽ നമ്മൾ അവലംബിക്കാറുണ്ട്. നമ്മൾ ഓറലായിട്ട് കഴിക്കുന്ന മരുന്നുകളാണ് മിക്കവാറും ഭൂരിഭാഗവും. അതാണ് നമ്മൾ സിട്രസൈൻ ആയാലും പാരസെറ്റമോളിലും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിക്കോണം എന്നില്ല. ചില മരുന്നുകൾ നമുക്ക് ലിവറിലൂടെ കടത്തിവിടാൻ കഴിയില്ല, കാരണം ലിവർ അതിനെ നശിപ്പിച്ച് കളയും. ചിലപ്പോൾ നമ്മൾ ലിവറിലൂടെ പോകുന്നതിന് പകരം കുറച്ചുകൂടി പെട്ടെന്ന് പ്രഭാവം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വായിലൂടെ അകത്തേക്കെടുത്ത് അത് ആമാശയത്തിൽ ചെന്ന് അവിടെ നിന്നും ഗ്യാസ്ട്രിക് എംറ്റിങ് കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനിലെത്തി, അവിടെ നിന്നും ആഗിരണം ചെയ്യപ്പെട്ട് കരളിലെത്തി, അവിടെ നിന്നും പിന്നെയും രക്തക്കുഴലിലേക്ക് എത്തി ഹൃദയം പമ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുക. കുറച്ച് സമയമെടുക്കും ഈ പ്രക്രിയയ്ക്ക്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഇത്രയും സമയം അഫോർഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. ചില മരുന്നുകൾക്ക് കരളിനെ കടന്ന് രക്തത്തിലേക്ക് എത്താനേ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റ് റൂട്ടുകൾ സാധ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുവിൽ സാങ്കേതിക ഭാഷയിൽ IV എന്ന് വിളിക്കുന്ന ഇൻട്രാവെയിനസ് ഇഞ്ചക്ഷൻ. അതായത് നേരിട്ട് ഒരു സൂചിയിലൂടെ രക്തത്തിലേക്ക് ആ മരുന്നിനെ ഡെലിവറി ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വായിലൂടെ അകത്ത് ചെന്ന് ദഹന പ്രക്രിയയിലൂടെ കടന്ന് അബ്സോർബ് ചെയ്യപ്പെട്ട് കരളിൻ്റെ ടോൾ ബൂത്തും പാസ് ചെയ്ത് രക്തത്തിലേക്ക് വരിക എന്ന് പറയുന്ന സമയം ഒഴിവായി കിട്ടും, നേരിട്ട് മരുന്നിലേക്ക് വരും.
പക്ഷേ ഇതിന് അതിൻ്റെതായ റിസ്ക് കൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. മരുന്ന് മാറിയിട്ടുള്ള അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഈ ഇൻട്രാവീനസ് ആയിട്ട് അകത്തേക്ക് ചെല്ലുമ്പോഴാണ്. മരുന്ന് ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്ന മരുന്നാണെങ്കിൽ മരുന്ന് മാറിപ്പോയാൽ കരൾ നല്ലൊരു പരിധിവരെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള പണികൾ ചെയ്യും. പക്ഷേ ഇൻട്രാവീനസ് ആയിട്ട് അകത്തേക്ക് പോകുന്ന മരുന്നുകൾ മാറിപ്പോയാൽ അതിന് റിസ്ക് കൂടുതലാണ്. പക്ഷേ അത് വളരെ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതുകൊണ്ട് നേരിട്ട് രക്തത്തിലേക്ക് പോവുകയും അതുവഴി വളരെ പെട്ടെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതാണ്. ചിലയിടങ്ങളിൽ പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന മരുന്നുകളുണ്ട്. അതായത് നമ്മൾ നേരിട്ട് ശ്വാസത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് ഡെലിവറി ചെയ്യുന്നു. നമ്മൾ ആസ്മയ്ക്കുള്ള ചില മരുന്നുകൾ അങ്ങനെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഇൻഹെയിൽ ചെയ്ത് ഡെലിവറി ചെയ്യാറുണ്ട്. അവിടെയും നമ്മൾ കരളിൻ്റെ ടോൾ ബൂത്ത് ബൈപ്പാസ് ചെയ്താണ് മരുന്നിനെ രക്തത്തിലേക്ക് എത്തിക്കുന്നത്. അത് നേരിട്ട് ലങ്സിലെത്തുന്നു. ശ്വാസകോശത്തിലെത്തുമ്പോൾ ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന രക്തത്തിലേക്ക് ഓക്സിജനോടൊപ്പം ഈ മരുന്ന് തന്മാത്രകളിലൂടെ കയറിപ്പറ്റും. അപ്പോൾ നേരിട്ട് അത് രക്തത്തിലേക്ക് കടക്കുകയും അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് എത്തുകയും ചെയ്യും. എല്ലാ ഭാഗത്തേക്ക് എത്തുമെങ്കിലും ആ മരുന്നിൻ്റെ തന്മാത്രയ്ക്ക് ഏത് റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യാനാണോ ഡിസൈൻ, ആ റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും അത് ആ പ്രഭാവം ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിനൊക്കെ പുറമെ ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷൻ ഉണ്ട്. നേരിട്ട് മസിലിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുക. മസിലിൽ വളരെ ആക്റ്റീവായിട്ട് ബ്ലഡ് സപ്ലൈ നടക്കുന്ന ഭാഗമാണ്. അതും നമുക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. ഇൻട്രാ ഡെർമൽ ഉണ്ട്. നമ്മൾ സ്കിന്നിലേക്ക് ഡെർമൽ പാച്ചസ് എന്നൊക്കെ പറയുന്ന സ്കിന്നിലൂടെ പതിയെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ. സബ് ലിംഗുലുണ്ട്, നാക്കിനടിയിൽ വെക്കുക. ഇതൊക്കെ ഓരോ മരുന്നിൻ്റെയും രാസസ്വഭാവവും അത് എത്ര വേഗത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതും അത് എത്ര വേഗത്തിൽ ശരീരത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് ഡോക്ടറുടെ തീരുമാനമെടുക്കലാണ് അവിടെ നടക്കുന്നത്. ഏത് റൂട്ടിലൂടെയാണ് മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളുടെ പ്രവർത്തനം വളരെ രസകരമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉൾപ്പെടുന്നതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മരുന്നുകളെ നന്നായി ഉപയോഗിക്കുന്നതിനും സേഫായിട്ട് ഉപയോഗിക്കുന്നതിനും തീർച്ചയായും നമുക്ക് ഗുണം ചെയ്യും. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.